രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 500ഓളം വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണന മേളയും അടുത്ത മാസം ജില്ലയിൽ സംഘടിപ്പിക്കും. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും വിവിധ മേഖലകളിലെ പ്രധാന വ്യക്തിത്വങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ജില്ലാതല അവലോകന യോഗം ഇലന്തൂർ തൂക്കുപാല പെട്രാസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ ഉൾപ്പെട്ട സദസ്സിനെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി നിയമങ്ങളും തൊഴിൽ സുരക്ഷാ നിയമവും കൃത്യമായി പാലിച്ചാൽ ഒരു നിക്ഷേപകന്റെ ഉദ്യമവും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കില്ല. കേരളത്തിലെ 5ാമത്തെ രാജ്യാന്തര വിമാനത്താവളം പത്തനംതിട്ട ജില്ലയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് ജില്ലാതല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. 4 വിമാനത്താവളങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. 5ാമത് നിങ്ങളുടെ നാട്ടിലാണ് വരുന്നത്. ഇവിടുത്തെ വിമാനത്താവളവും മറ്റു തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ സേവന ഗുണഭോക്താക്കൾ, സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക വ്യവസായിക മേഖലകളിലുള്ളവർ, പ്രവാസികൾ തുടങ്ങി 500ഓളം പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ ചർച്ചയായി. മന്ത്രിമാരായ വീണ ജോർജ്, KN ബാലഗോപാൽ, നിയമസഭാ സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, പത്തനംതിട്ട.